നമുക്ക് അക്കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ അജയ് യാത്ര, വിജയ് ലഹിയ, ദീപദാസ് ഗുപ്ത, അങ്ങനെ ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ള കുറെ കീപ്പർമാരുണ്ടായിരുന്നു 9 ശേഷം. അപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യക്ക് ഇതുപോലെ ഒരു പ്ലെയർ, ഗിൽക്രിസ്റ്റിനെ പോലെ ഒരു പ്ലെയർ. പക്ഷെ നമുക്ക് കിട്ടിയത് ധോണി എന്നൊരു അമൂല്യ വ്യക്തിത്വമാണ്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കമ്പാരിസൺ അല്ല പറയുന്നത്, ഈ ക്രിസ്ത്യൻ സംഘക്കാരെയും ബൗദ്ധമൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചതിനുള്ളിൽ ഈ ഒരു 2 രീതിയിൽ മാത്രമല്ല, അതായത് ഒരു വിക്കറ്റ് കീപ്പർ ആൻഡ് ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല, ക്യാപ്റ്റൻ എന്നൊരു നിലയിലാണ് അദ്ദേഹം തന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കുന്നത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാള് ധോണിയാണെന്ന് സംശയമാണ്. പണ്ട് കാലത്ത്, അതായത് ക്രിക്കറ്റ് ഇത്രയൊന്നും പോപ്പുലർ അല്ലാത്ത കാലത്ത് നമുക്ക് നല്ല ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു. കണക്കുകൾ വെച്ചല്ലെങ്കിൽ പോലും ടൈഗർ പട്ടോടി, അല്ലെങ്കിൽ സച്ചിൻ പടേക്കർ, അല്ലെങ്കിൽ മറ്റേ ബിനു മങ്കർ, അങ്ങനെയുള്ള ഒരുപാട് നല്ല ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കപിൽ ദേവ് എന്നൊരു ഇതിഹാസം വന്നു. അത് വേറൊരു ലെവലാണ്. പിന്നീട് അതിന് ശേഷം സൗരവ് ഗാംഗുലി തുടങ്ങി വെച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു നവോത്ഥാനം, അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് മഹേന്ദ്ര ധോണിയിലൂടെയാണ്. പ്രത്യേകിച്ച് 2007 ലോകകപ്പൊക്കെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ പോയതാണ്.